കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 57-ാം സർഗം. വസിഷ്ഠദേഹലാഭം. അന്യോന്യശാപത്താൽ നിമിയും വസിഷ്ഠനും വായുരൂപികളായി എന്ന് കേട്ട ലക്ഷ്മണൻ ശ്രീരാഘവനോട് ചോദിച്ചു, അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് ദേഹം ലഭിച്ചത്? ശ്രീരാമൻ ആദ്യമായി വസിഷ്ഠ മഹർഷിയുടെ കഥ പറയാൻ തുടങ്ങി. വസിഷ്ഠൻ വായുരൂപത്തിൽ ബ്രഹ്മാവിനെ സങ്കടം അറിയിച്ചു. മിത്രൻ്റെയും വരുണൻ്റെയും ബീജം കൊണ്ട് ദിവ്യമായ ഒരു ശരീരം ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. മിത്രാവരുണന്മാരുടെ വീര്യത്താൽ നിറഞ്ഞ കുംഭത്തിൽ നിന്ന് 2 ബ്രാഹ്മണ മഹർഷി ശ്രേഷ്ഠന്മാർ ഉത്ഭവിച്ചു. ആദ്യം അഗസ്ത്യൻ, പിന്നീട് വസിഷ്ഠൻ. ഇക്ഷ്വാകു ചക്രവർത്തി വസിഷ്ഠനെ കുലപുരോഹിതനായി വരിച്ചു. ഇനി നിമി ചക്രവർത്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാം. രാജാവ് അശരീരനായ ശേഷവും ഋഷിമാർ യാഗദീക്ഷയെ പൂർത്തിയാക്കുവാൻ നിശ്ചയിച്ചു. ബ്രാഹ്മണോത്തമന്മാർ മഹാരാജാവിൻ്റെ ശരീരത്തെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കേടുവരാതെ സൂക്ഷിച്ചു. യജ്ഞം സമാപിച്ച ഉടനെ ഭൃഗുമഹർഷി പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങയുടെ ജീവനെ ഞാൻ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ദേവകൾ നിമിയുടെ ജീവാത്മാവിനോട് ചോദിച്ചു, രാജർഷി വര്യ, അങ്ങയുടെ ജീവൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് ഭവാൻ തന്നെ നിശ്ചയിച്ചാലും ഇഷ്ടമുള്ള വരം വരിച്ചുകൊള്ളുക. നിമി ചക്രവർത്തിയുടെ ജീവാത്മാവ് ഉണർത്തിച്ചു, ദേവശ്രേഷ്ഠന്മാരെ, എല്ലാ പ്രാണികളുടെയും നേത്രങ്ങളിൽ ഞാൻ വസിക്കണം. ദേവന്മാർ അനുഗ്രഹിച്ചു. അങ്ങനെ തന്നെയാകട്ടെ. വായുരൂപനായി സർവപ്രാണികളുടെയും നേത്രങ്ങളിൽ അങ്ങ് സഞ്ചരിക്കുന്നതാണ്. വായുരൂപനായി സഞ്ചരിക്കുന്നതിനാൽ ഭവാന് വിശ്രമിക്കുന്നതിനായി ഇടയ്ക്കിടെ നേത്രങ്ങളെ ഇമ കൂട്ടുന്നതാണ്. ഋഷിമാർ നിമി ചക്രവർത്തിക്ക് പുത്രൻ ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അരണിയിൽ വെച്ച് മന്ത്രഹോമങ്ങളോടുകൂടി മഥനം ചെയ്തു. മഥനം ചെയ്തപ്പോൾ അതിൽ ഒരു മഹാ തേജസ്വി പ്രത്യക്ഷനായി. മഥനം ചെയ്തുണ്ടായവനാകിയാൽ മിഥി എന്ന് വിളിക്കപ്പെട്ടു. ജനിക്കയാൽ ജനകൻ എന്നും, വിദേഹനിൽ നിന്ന്, അതായത് ജീവനില്ലാത്ത ദേഹത്തിൽ നിന്ന് സംഭവിച്ചവനാകയാൽ വിദേഹൻ എന്നും അറിയപ്പെട്ടു. മഹാ തേജസ്വിയായ മിഥി കുലത്തിന് ആദിപുരുഷനായ 1ാമത്തെ ജനകനായി വിദേഹ രാജാവായി ഭവിച്ചു. 57-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.